ഇതിൽ നിങ്ങൾ സൈനപ്പ് ചെയ്യണം. സൈനപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങളിവിടെ ഒരു യൂസർ നെയിമും പാസ്വേഡും കൊടുത്ത് രജിസ്റ്റർ ചെയ്യുക. അതല്ലാന്നുണ്ടെങ്കിൽ സൈൻ ഇൻ വിത്ത് ഗൂഗിൾ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങളുടെ ഇമെയിൽ ID വെച്ചിട്ട് ലോഗിൻ ചെയ്യുക. ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുപോലൊരു പേജ് ആയിരിക്കും വരുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ പേരും നിങ്ങൾക്ക് ഇതിൽ എത്ര രൂപ ആഡ് ചെയ്തിട്ടുണ്ടെന്നുള്ളതൊക്കെ കാണിക്കും. അതിനുശേഷം നിങ്ങൾക്കിവിടെ കാറ്റഗറീസ്, നിങ്ങൾക്ക് ആവശ്യമുള്ള കാറ്റഗറീസ്, ഇൻസ്റ്റാഗ്രാം ഫോളോവേഴ്സ്, റീൽസ്, വ്യൂസ്, പോസ്റ്റിൻ്റെ ലൈക്സ്, ഷെയർസ്, കമൻറ്റ്, സ്റ്റോറി, അങ്ങനെ ഇൻസ്റ്റാഗ്രാമിൻ്റെ ഒരുപാട് സർവീസുകളും പിന്നെ യൂട്യൂബിൻ്റെ സബ്സ്ക്രൈബേഴ്സ്, ലൈക്സ്, വ്യൂസ്, ആഡ് വ്യൂസ്, വാച്ച് ടൈമൊക്കെ കാണിച്ചിട്ടുണ്ട്. പിന്നെ ഫേസ്ബുക്കിൻ്റെ സർവീസുകൾ, വാട്സപ്പ് ചാനൽ മെമ്പേഴ്സിൻ്റെ, ടെലിഗ്രാം, ട്വിറ്റർ, ഇത്രയും സർവീസുകൾ ഇതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഏതാണ് ആവശ്യമുള്ളതെന്ന് വെച്ചാൽ അത് സെലക്ട് ചെയ്യുക. ഇപ്പോൾ ഉദാഹരണത്തിന് നിങ്ങൾക്ക് ഫോളോവേഴ്സ് താഴെ തന്നെ സർവീസ് എന്ന് പറഞ്ഞ് കൊടുക്കുന്നുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ പല ടൈപ്പ് ഇതിൽ കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ ഇതിൻ്റെ എല്ലാം ഡിസ്ക്രിപ്ഷൻ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ടാവും. എല്ലാ സർവീസിൻ്റെയും അണ്ടറിൽ ഈ ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ടുണ്ട്. റീൽസ് വ്യൂസിൻ്റെ ടയർ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഈ സർവീസിലേക്ക് വരുമ്പോൾ അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ള ഏതാണെന്ന് വെച്ചാൽ അത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ സ്റ്റാർട്ട് ടൈം 0 to 5 മിനിറ്റ്, 5 മിനിറ്റിനുള്ളിൽ സ്റ്റാർട്ട് ചെയ്യും. ഒരു ദിവസം 2 മില്യൺ വരെ സ്പീഡ് ഉണ്ടാവും. ലിങ്ക് ഏതാണ് കൊടുക്കേണ്ടത്? റീലിൻ്റെ ലിങ്കാണ് ഇവിടെ കൊടുക്കേണ്ടത്. ഈ ലിങ്ക് എന്നുള്ള ഓപ്ഷനിലാണ് ലിങ്ക് കൊടുക്കേണ്ടത്. അത് കഴിഞ്ഞത് ഡ്രോപ്പ് പ്രോബബിലിറ്റി എന്ന് പറഞ്ഞാൽ ഇത് കുറയാൻ ചാൻസ് ഇല്ല, ഉണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് ഇവിടെ കൊടുക്കുന്നത്. ഡ്രോപ്പ് 0% എന്ന് പറഞ്ഞാൽ ഇത് കുറഞ്ഞു പോകില്ല. അതിന് ശേഷം ഇവിടെ ലിങ്ക് കൊടുക്കുക. നിങ്ങളിപ്പോൾ ഒരു റീലിൻ്റെ ലിങ്ക് ആണെങ്കിൽ റീലിൻ്റെ ലിങ്ക് കൊടുക്കുക. അതിനുശേഷം ഇത് കംപ്ലീറ്റ് ആവാൻ എത്ര ടൈം എടുക്കും? ഒരു ഏകദേശം ടൈമാണ്. അപ്പോൾ 1.5 മണിക്കൂറിൻ്റെ അടുത്ത് ഇത് കംപ്ലീറ്റ് ചെയ്യാൻ എടുക്കുക. വ്യൂസാണ് വേണ്ടത്, അതിവിടെ നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത് ഏറ്റവും ഇവിടെ മിനിമവും മാക്സിമം കൊടുത്തേക്കുന്നത് വെച്ചാൽ ഇതിനുള്ളിലുള്ളതേ ഇതിൽ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഏറ്റവും കുറഞ്ഞ 100 നിങ്ങൾ ഇതിൽ ചെയ്യണം. 100, 1000 അടിച്ചു കൊടുക്കുക. അപ്പം എത്ര എമൗണ്ട് ആയെന്നുള്ളത് ഇവിടെ കാണിക്കും. അതിനുശേഷം ഇവിടെ പ്ലേസ് ഓർഡർ ക്ലിക്ക് ചെയ്യണം. യൂട്യൂബിൻ്റെ സബ്സ്ക്രൈബർ ആണെന്നുണ്ടെങ്കിൽ യൂട്യൂബ് സബ്സ്ക്രൈബർ ഇത് ഡെയിലി 100 വെച്ച് കയറും, ഇത് 200 വെച്ച് കയറും, 400 വെച്ച് കയറും, 800 വെച്ച് കയറും. അപ്പോൾ അത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഇതിൽ ഓരോന്നിൽ ക്ലിക്ക് ചെയ്ത് നോക്കുക. അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ വായിച്ച് നോക്കുക. ഇത് സ്റ്റാർട്ട് ചെയ്യാൻ ഒരു 3 മണിക്കൂറിനുള്ളിലേ സ്റ്റാർട്ട് ആകത്തുള്ളൂ. ഡെയിലി 100 സബ്സ്ക്രൈബർ വെച്ചേ കയറത്തുള്ളൂ. അപ്പോൾ ഇതിൻ്റെ ലിങ്ക് എന്താണ് കൊടുക്കേണ്ടത്? ചാനലിൻ്റെ ലിങ്കാണ് കൊടുക്കേണ്ടത്. അപ്പോൾ ഇതെല്ലാം ഇതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളിത് വായിച്ച് നോക്കാം. പിന്നെ സർവീസ് ക്വാളിറ്റി, ചാനൽ മസ്റ്റ് ഹാവ് 3 മിനിറ്റ് പ്ലസ് വീഡിയോസ്. അപ്പം 3 മിനിറ്റിൽ കൂടുതൽ വീഡിയോസ് ഉള്ള ചാനൽ മാത്രമേ ലിങ്ക് ഇവിടെ കൊടുക്കാവുള്ളൂ. അതൊക്കെ ശ്രദ്ധിച്ച് നോക്കിയിട്ട് വേണം നമ്മൾ എല്ലാ ഓർഡറും ചെയ്യുക. അതിനുശേഷം നമ്മളിവിടെ ക്വാണ്ടിറ്റി എല്ലാം സെലക്ട് ചെയ്ത് കൊടുത്തിട്ട് വേണം സബ്മിറ്റ് കൊടുക്കുക. അപ്പോൾ 390 എന്ന് കാണിക്കും. അപ്പോൾ ഇതിൻ്റെ ആവറേജ് ടൈം ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ടൈമിനുള്ളിൽ ഇത് കംപ്ലീറ്റ് ആകത്തുള്ളൂ. നിങ്ങൾ ഓർഡർ കൊടുത്തിട്ട് ഉടനെ ഓർഡർ കംപ്ലീറ്റ് ആയില്ല എന്നുള്ളൊരു പ്രശ്നമൊന്നും വരരുത്. നിങ്ങൾ ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് ശ്രദ്ധിച്ച് ചെയ്യുക, മിസ്റ്റേക്കുകളൊന്നും വരുത്തരുത്. മിസ്റ്റേക്ക് വരുത്തി കഴിഞ്ഞാൽ ഓർഡർ ക്യാൻസലാവും. അതിനുശേഷം നിങ്ങൾക്ക് ഈ ചെയ്ത ഓർഡറുകളൊക്കെ കാണാൻ വേണ്ടി ഈ ഓർഡേഴ്സിൽ ക്ലിക്ക് ചെയ്യുക. ഓർഡേഴ്സിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഓർഡേഴ്സ് എല്ലാം കിടപ്പുണ്ടാവും, നിങ്ങൾ ചെയ്തതെല്ലാം കിടപ്പുണ്ടാവും. അപ്പോൾ ഇതിൽ കംപ്ലീറ്റഡ് എന്ന് പറഞ്ഞ് കിടക്കുന്നതെല്ലാം ഞാൻ ചെയ്ത ഓർഡേഴ്സാണ്. പിന്നെ നിങ്ങൾക്ക് ഇവിടെ തന്നെ മുകളിൽ വന്നു കഴിഞ്ഞാൽ ഇവിടെ പെൻഡിങ് ആയിട്ടുള്ളത് കാണാൻ പറ്റും. നിങ്ങളിപ്പോൾ ലാസ്റ്റ് ചെയ്തൊക്കെ ഓർഡേഴ്സ് പെൻഡിങ്ങിലായിരിക്കും കിടക്കുന്നത്. ഇൻ പ്രോഗ്രസ്സിൽ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നതൊക്കെ ഇൻ പ്രോഗ്രസ്സിൽ. പാർഷ്യൽ എന്ന് പറയുമ്പോൾ പകുതിക്ക് വെച്ച് ക്യാൻസൽ ആയിപ്പോകാൻ ചാൻസ് ഉള്ള ഓർഡേഴ്സൊക്കെ ഉണ്ട്. അത് ഈ പാർഷ്യലി കംപ്ലീറ്റഡിൻ്റെ അകത്ത് കിടക്കും. പിന്നെ ക്യാൻസലായ ഓർഡേഴ്സ്, ക്യാൻസലാവാൻ നമുക്ക് ഓൾമോസ്റ്റ് ഓർഡേഴ്സ് ഒന്നും ക്യാൻസൽ ചെയ്യാൻ പറ്റത്തില്ല. ഓട്ടോമാറ്റിക്കലി എന്തെങ്കിലും എറർ വന്നിട്ട് ക്യാൻസൽ ആയാൽ മാത്രമേ ഉള്ളൂ. അപ്പോൾ ക്യാൻസലായ ഓർഡേഴ്സ് എല്ലാം ഇതിലിവിടെ കാണിക്കും. അതിനുശേഷം നിങ്ങൾക്ക് ഇവിടെ മോർ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പ്ലേസ് ന്യൂ ഓർഡർ, ഓർഡർ ഹിസ്റ്ററി, റീഫിൽ ഹിസ്റ്ററി, ആഡ് ബാലൻസ്. നമുക്ക് ഫണ്ട് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ആഡ് ബാലൻസിൽ ക്ലിക്ക് ചെയ്യുക. ആഡ് ബാലൻസിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ രണ്ട് മെത്തേഡാണ് ഇപ്പോൾ നിലവിലുള്ളത്. നിങ്ങൾക്ക് ഫോൺപേ, ജിപേ, പേടിഎം ഒക്കെയാണ്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ട് ചെയ്യേണ്ടത് ഈ QR സ്ക്രീൻഷോട്ട് എടുക്കുക. ജിപേയിൽ പോയിട്ട് പേയ്മെൻറ്റ് ചെയ്യുക. പേയ്മെൻറ്റ് ചെയ്ത് കഴിയുമ്പോൾ ജിപേയിലാണെന്നുണ്ടെങ്കിൽ ഒരു UPI ട്രാൻസാക്ഷൻ ID അതിൻ്റെ അടിയിൽ കൊടുത്തിട്ടുണ്ടാവും. അത് നിങ്ങൾ ഈ UTR നമ്പർ എന്നുള്ള ഭാഗത്തേക്ക് കോപ്പി പേസ്റ്റ് ചെയ്യുക. എന്നിട്ട് എത്ര എമൗണ്ടാണ് നിങ്ങൾ എത്ര രൂപയാണ് ആ QRൽ അയച്ചത് അതിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഈ ടിക്ക് മാർക്ക് കൊടുത്ത് സബ്മിറ്റ് കൊടുക്കുക. അപ്പോൾ അത് കംപ്ലീറ്റ് ആവും. ഇനി അഥവാ നിങ്ങൾ ഫോൺപേ ആണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ആ റെസിപ്റ്റിൽ ഒരു UTR എന്നൊരു നമ്പറുണ്ട്, അത് വേണം ഇവിടെ കോപ്പി പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. വാച്ച് വീഡിയോയുടെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പേയ്മെൻറ്റ് ആഡ് ചെയ്യുന്നതിൻ്റെ
വീഡിയോ ഇതിൽ കാണിച്ചിട്ടുണ്ടാവും. നിങ്ങൾക്കത് കണ്ടു നോക്കിയിട്ട് ചെയ്യാം. അതിനുശേഷം നിങ്ങൾക്ക് പിന്നീട് വരുന്നത് ഷാർക്ക് SMM റൂൾസ്. അപ്പോൾ ഈ റൂൾസ് ഒന്ന് വായിച്ച് നോക്കുക. അപ്പോൾ ഇതിൽ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ഓർഡർ ചെയ്യുന്ന സമയത്ത് സബ്സ്ക്രൈബർ, ലൈക്ക്, വ്യൂ അക്കൗണ്ട് ഒന്നും നമ്മൾ ഹൈഡ് ചെയ്ത് വെക്കരുത്. പിന്നെ പ്രൈവറ്റ് അക്കൗണ്ട് ആയിരിക്കരുത്, പബ്ലിക് ആയിരിക്കണം. അപ്പോൾ നിങ്ങൾ ഹൈഡ് ചെയ്ത് വെച്ചേക്കുന്നതോ പ്രൈവറ്റ് ആയിട്ടുള്ള അക്കൗണ്ടുകളോ ഒന്നും ഈ ഓർഡർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യരുത്. പിന്നെ ഒരേ സമയത്ത് ഒരു ലിങ്കിൽ 2 ഓർഡർ ചെയ്യരുത്. ഇപ്പം നിങ്ങൾക്ക് റീൽസിന് വ്യൂസും ലൈക്കും വേണമെന്നുണ്ടെങ്കിൽ ആദ്യം നിങ്ങൾ വ്യൂസോ ലൈക്കോ ഏതെങ്കിലും ഒരെണ്ണം ചെയ്യുക. അത് കംപ്ലീറ്റ് ആയതിനു ശേഷം മാത്രം ഇപ്പോൾ എന്തെങ്കിലും ഓർഡർ ചെയ്തതിൻ്റെ അത് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ വാട്സപ്പ് ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അതൊരു ടീം ഷാർക്കിൻ്റെ വാട്സപ്പ് സപ്പോർട്ടാണ്. അപ്പോൾ അതിലേക്ക് നിങ്ങൾക്ക് മെസ്സേജ് അയക്കാൻ പറ്റും എന്താണ് ഇഷ്യൂ എന്നുള്ളത്. അപ്പോൾ ഇതിൽ അവരുടെ ബോട്ടാണ് ആദ്യം മെസ്സേജ് അയക്കുക. അപ്പോൾ റീഫിൽ ആണ് ഓർഡർ, ക്യാൻസൽ ആണ് ഓർഡർ സ്പീഡാക്കാൻ വേണ്ടിയിട്ട്. പിന്നെ നിങ്ങൾ പേയ്മെൻറ്റ് ചെയ്തിട്ട് അതെന്തെങ്കിലും എറർ വരുന്നുണ്ടെങ്കിൽ അത് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ള ചാറ്റ് ബോട്ട് വരും. അപ്പോൾ നിങ്ങളത് ഏതാണ് നിങ്ങൾക്ക് ഇതിൽ വേണ്ടതെന്ന് വെച്ചാൽ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം മെസ്സേജ് അയക്കുക. അപ്പോൾ ഇത്രയാണ് കാര്യങ്ങൾ വരുന്നത്. കൂടുതൽ ഡൗട്ടുകളോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് ഡയറക്റ്റ് മെസ്സേജ് അയക്കാവുന്നതാണ്.